ലോക ചാമ്പ്യന്മാരായ അർജന്റീന കേരളത്തിൽ കളിക്കാനെത്തുന്നതിലെ ആശയക്കുഴപ്പം നീങ്ങുന്നു. മെസ്സിയും സംഘവും വരുന്നതിൽ ഒരാഴ്ചയ്ക്കകം ഔദ്യോഗിക സ്ഥിരീകരണം ഉണ്ടാകും. റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിക്ക് കരാർ പ്രകാരം മുന്നോട്ടു പോകാം. അർജന്റീന ഫുട്ബോൾ അസോസിയേഷനാണ് സ്പോൺസർമാരായ റിപ്പോർട്ടറിന് അനുമതി നൽകിയത്. കേരളത്തിലെ സ്റ്റേഡിയം ഫിഫ നിലവാരത്തിലേക്ക് ഉയർത്തുമെന്ന് സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റ് യു ഷറഫ് അലി പറഞ്ഞു. കേരളത്തിലെ ഏറ്റവും മികച്ച രണ്ട് സ്റ്റേഡിയങ്ങളാണ് കൊച്ചി സ്റ്റേഡിയവും തിരുവനന്തപുരം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം. തീർച്ചയായിട്ടും ഒരു ഫിഫ നിലവാരമുള്ള സ്റ്റേഡിയമാണ്. ഫിഫ നിലവാരമുള്ള മത്സരങ്ങൾ സംഘടിപ്പിക്കാനുള്ള നിലവാരം ആ സ്റ്റേഡിയത്തിന് ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. 2-3 മാസത്തിനുള്ളിൽ തന്നെ ഫിഫ നിഷ്കർഷിക്കുന്ന അല്ലെങ്കിൽ അർജന്റീന ടീം നിഷ്കർഷിക്കുന്ന രീതിയിൽ നിലവാരത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ സാധിക്കുമെന്നതിൽ യാതൊരു സംശയവും വേണ്ട. സ്പോർട്സ് ഡെസ്കിൽ നിന്ന് അനൂപ് ഷൺമുഖൻ ചേരുന്നു നമുക്കൊപ്പം. ഗുഡ് ഈവനിങ് അനൂപ് ഷൺമുഖൻ. മെസ്സി എത്തുമോ? അർജന്റീന ടീം എപ്പോഴെത്തും? ഈ ചോദ്യങ്ങൾക്കൊക്കെയുള്ള മറുപടിയിലേക്ക് ഇനി അധിക ദൂരമില്ല എന്നതല്ലേ ഇപ്പോൾ വരുന്ന വ്യക്തത. അനൂപ്, മെസ്സി ആരാധകർക്കും അർജന്റീന ആരാധകർക്കും വലിയ സന്തോഷം പകരുന്നൊരു വാർത്തയാണ് നമ്മൾ ഇന്ന് പങ്കുവച്ചത്. പ്രത്യേകിച്ചും കഴിഞ്ഞ ദിവസങ്ങളുണ്ടായിട്ടുള്ള വലിയ ആശയക്കുഴപ്പം, അത്തരത്തിലുള്ള പ്രചാരണം ഒക്കെ മാറുന്ന ഒരു കാഴ്ചയാണ് ഇന്നുണ്ടായത്. അർജന്റീന ടീം എത്തുമോ, മെസ്സി വരുമോ എന്നുള്ള കാര്യത്തിൽ ഒരു ഔദ്യോഗിക സ്ഥിരീകരണമായിരിക്കുന്നു. ഒരാഴ്ചയ്ക്കുള്ളിൽ അന്തിമ തീരുമാനം അറിയിക്കാം. തുടർ നടപടികളുമായി മുന്നോട്ട് പോയിക്കൊള്ളൂ എന്ന് മത്സരത്തിൻ്റെ സ്പോൺസർമാരായിട്ടുള്ള റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിക്ക് അർജന്റീന ഫുട്ബോൾ അസോസിയേഷനിൽ നിന്നും ഔദ്യോഗിക അറിയിപ്പ് ലഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ആ വലിയ വാർത്ത. തീർച്ചയായിട്ടും കേരളത്തിലെ ഫുട്ബോൾ പ്രേമികൾക്ക്, മെസ്സി ആരാധകർക്ക് വലിയ സന്തോഷം പകരുന്ന വാർത്ത തന്നെയാണ് അത്. ഒരാഴ്ചയ്ക്കുള്ളിൽ എന്നത്തേക്ക് ടീം എത്താൻ കഴിയും എന്നുള്ള കാര്യം അറിയിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ അന്താരാഷ്ട്ര ഫുട്ബോൾ ഇൻ്റർവെൽ ബ്രേക്ക് പരിശോധിക്കുകയാണെങ്കിൽ ഇനിയിപ്പോൾ ഈ വർഷം തന്നെ അഞ്ചോളം ഇൻ്റർനാഷണൽ ബ്രേക്കുകൾ വരുന്നുണ്ട്. അതിൽ ഒക്ടോബറിലെ ബ്രേക്കിലായിരിക്കും കേരളത്തിലേക്ക് വരാനുള്ള സാധ്യത എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്, പ്രതീക്ഷിക്കുന്നത്. പ്രത്യേകിച്ചും സെപ്റ്റംബർ മാസം പകുതിയോടുകൂടി അർജന്റീനയുടെ ലോകകപ്പ് യോഗ്യതാ മത്സരങ്ങൾ അവസാനിക്കുകയാണ്. നിലവിൽ അവർ യോഗ്യത നേടിക്കഴിഞ്ഞുവെങ്കിലും മത്സരങ്ങൾ പൂർത്തിയാക്കേണ്ടതുണ്ട്. അതിനുശേഷം വരുന്ന ബ്രേക്കിൽ ഒക്ടോബർ 6 മുതൽ 14 വരെ ഒരു ഇൻ്റർനാഷണൽ ബ്രേക്ക് വരുന്നുണ്ട്. ആ ഒരു ഘട്ടത്തിൽ കേരളത്തിലേക്ക് എത്താം എന്നുള്ള സാധ്യതയാണ് അവർ അറിയിച്ചിരിക്കുന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. തീർച്ചയായിട്ടും അങ്ങനെയെങ്കിൽ ഒക്ടോബർ 6-നും 14-നും ഇടയിൽ മത്സരം കേരളത്തിൽ നടക്കും. കേരളത്തിൽ എവിടെ മത്സരം നടക്കും എന്നുള്ളതാണ് അടുത്ത ചോദ്യം. അതാകട്ടെ, കേരളത്തിന് മുന്നിൽ 2 വഴികളുണ്ട്. ഒന്ന് തിരുവനന്തപുരത്തും 2 കൊച്ചിയിലും, കലൂർ സ്റ്റേഡിയത്തിലും ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിലും. അതിൽ കൂടുതൽ സാധ്യത ഒരുപക്ഷേ ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിനായിരിക്കും തെളിയുക. പ്രത്യേകിച്ച് കൊച്ചിയിലെ സുരക്ഷാ പ്രശ്നങ്ങൾ മുൻനിർത്തി ISL-ൽ ബ്ലാസ്റ്റേഴ്സിന് ലൈസൻസ് നിഷേധിക്കുന്ന സാഹചര്യം പോലും ഉണ്ടായിട്ടുണ്ട്. അതേസമയം തിരുവനന്തപുരത്തേക്ക് പോയാൽ അത്തരത്തിലുള്ള പ്രശ്നങ്ങളില്ല. പക്ഷേ അതിപ്പോൾ KFAയുടെ കരാറിൽ ഉൾപ്പെട്ട ഒരു സ്റ്റേഡിയമാണ്. അവർക്ക് കരാറുണ്ട്. പക്ഷേ KCAയുമായി ബന്ധപ്പെട്ടപ്പോൾ ആ കരാർ സ്റ്റേഡിയം സർക്കാർ ആവശ്യപ്പെടുകയാണെങ്കിൽ വിട്ടു നൽകാൻ സന്തോഷമേ ഉള്ളൂ എന്നാണ്. ആശങ്കകളുടെ കാർമേഘം നീങ്ങുന്നു. അങ്ങനെ നീലയും വെള്ളയും കുപ്പായമിട്ട് അവൻ എത്തുകയാണ് ഫുട്ബോളിന്റെ മിശിഹ.